നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക്സ് ടോപ്പിക്കിൽ വരുന്ന SCERT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സാണ്. ആദ്യത്തെ ചാപ്റ്റർ കരുതലോടെ ചെലവിടാം. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഗാന്ധിജിയുടെ ഒരു കോട്ടാണ്. ഇത് PSC പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങൾ ഉണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാണ്. ഇത് ആര് പറഞ്ഞതാണ് ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ വാക്കുകളാണ്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ല. പഠിച്ചു വെക്കുക. നമ്മൾ പുതിയ SCERTയിലെ കോഴ്സ് ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്, കാണാത്തവരത് കാണുക. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പോയിന്റ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. നമുക്കിനി അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്ത ചാപ്റ്റർ ഉൽപാദന പ്രക്രിയയിലൂടെ. ആദ്യം തന്നെ ഇവിടെ എന്താണ് ഉൽപാദനം, എന്താണ് പ്രൊഡക്ഷൻ, അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയുന്നത്. എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ മനുഷ്യന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയ പറയുന്നതാണ് ഉൽപാദനം. ഈ ഉൽപാദനത്തിന്റെ ഫലമായിട്ട് ലഭിക്കുന്നതാണ് ഉൽപ്പന്നം. നെല്ലെന്ന ഉൽപ്പന്നം രൂപപ്പെടുന്ന വിവിധ ഘട്ടങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്? ആദ്യം നിലം ഒരുക്കണം, പിന്നെ വിത്ത് വിതയ്ക്കും, പിന്നെ കളപറിക്കല്, വളം വിതറല്, അതിനുശേഷം എന്താണ് കൊയ്ത്ത്, കറ്റമെടുക്കല്, പിന്നീടാണ് നെല്ല് ശേഖരണം നടക്കുന്നത്. ഇവിടെ നെല്ലുൽപാദനം എന്ന പ്രക്രിയയിൽ ഏതെല്ലാം ഘടകങ്ങളിലെ പങ്കാളിത്തമുണ്ട്? തൊഴിലാളികൾ വേണം, അതുപോലെ പ്രകൃതി വിഭവങ്ങൾ വേണം. എന്തൊക്കെ? ഭൂമി, ജലം, അതൊക്കെ. അതുപോലെ തന്നെ മനുഷ്യനിർമ്മിത വസ്തുക്കളും വേണം, വളം, വിത്ത്, യന്ത്രങ്ങൾ, ഇതൊക്കെ. ഇങ്ങനെ നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് മാത്രമേ നമുക്കൊരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു ഉൽപ്പന്നത്തിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. പരിശോധന PVQ ആണ്. ഉൽപാദന ഘടകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഉൽപാദന ഘടകങ്ങൾ? ഒരു ഉൽപ്പന്നം നിർമ്മിക്കാൻ വേണ്ടി എന്തൊക്കെ ഘടകങ്ങൾ വേണം? ആദ്യം വേണ്ടത് എന്താണ്? ഭൂമിയാണ്. ആദ്യം വേണ്ടത് ഭൂമി. അതിനുശേഷം എന്താണ്? തൊഴിൽ, പിന്നെ മൂലധനം, സംഘാടനം. ഈ 4 പഠിച്ചു വെക്കണം. PSC ചോദിച്ചിട്ടുണ്ട്. ഉൽപാദന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഭൂമി, തൊഴില്, മൂലധനം, സംഘാടനം. ഇനി നമുക്ക് ഓരോന്നിൻ്റെ സവിശേഷതകൾ നോക്കാം. ഭൂമി അഥവാ ലാൻഡ്. ഉൽപാദന ഘടകം എന്ന നിലയിൽ വിശാലമായിട്ടുള്ള അർത്ഥത്തിലാണ് ഭൂമി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. സാധനങ്ങളുടെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും നമ്മുടെ ഭൂമി എന്നതിലാണ് പെടുന്നത്. സാധനങ്ങളുടെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൾപ്പെടുന്നത് ഭൂമിയിലാണ്. ഭൗമോപരിതലത്തിലെയും ഭവാന്തരീക്ഷത്തിലെയും ഭൗമാന്തർഭാവത്തെ എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപാദന ഘടകമായിട്ടുള്ള ഭൂമിയിലാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയിൽ എന്തൊക്കെ പ്രകൃതി വിഭവങ്ങൾ ഉൾപ്പെടും? എന്തൊക്കെയാണ് വരുന്നത്? മണ്ണ്, ജലം, വനങ്ങള്, വായു, കൽക്കരി, ഇതൊക്കെയാണ് ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയിൽ വരുന്ന പ്രകൃതി വിഭവങ്ങൾ. ഇതൊക്കെ ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി, മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ഉൽപാദന ഘടകം എന്ന നിലയിൽ നമുക്ക് ഭൂമിയുടെ പ്രതിഫലം എന്ന് പറയുന്നത് പാട്ടമാണ്, റെൻ്റാണ്. അത് PVQ ആണ്. ഭൂമിയുടെ പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്? പാട്ടമാണ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് തൊഴിലാണ്. ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപാദനത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് തൊഴിലെന്ന് പറയുന്നത്. തൊഴിലാളികൾ അവരുടെ അധ്വാനശേഷിയാണ് നമ്മുടെ ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഉദാഹരണം, നമുക്കൊരു കയറുൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് സന്ദർശിച്ചാൽ അവിടെ തൊഴിലാളികളുടെ അധ്വാനശേഷി ഏതൊക്കെ രീതിയിലാണ്? കയർ ഉൽപ്പന്ന നിർമ്മാണത്തിന് ചകിരി അനുയോജ്യമാക്കുന്നതിന്, പിന്നെ അതുപോലെ ആവശ്യമായിട്ടുള്ള നിറം ചേർക്കുന്നതിന്, യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന്, ഉൽപ്പന്ന വിതരണത്തിന്, ഇതിനെല്ലാം തൊഴിലാളികളുടെ അധ്വാനശേഷി ആവശ്യമാണ്. ഇവിടെ തൊഴിലാളികളുടെ കായികവും മാനസികവും ബുദ്ധിപരമായ അധ്വാനശേഷി നമുക്ക് ഉപയോഗിക്കുന്നതായിട്ട് കാണാം. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ തൊഴിലെന്ന് പറയുന്നത്. എന്താണ്? സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായിട്ട് അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ തൊഴിലെന്ന് പറയുന്നത്. ഈ അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കുന്നു എങ്കിൽ മാത്രമേ അത് തൊഴിലാകത്തുള്ളൂ.
നമുക്ക് ആ ചെയ്യുന്ന ജോലിക്ക് കൂലി ലഭിക്കുമെങ്കിൽ അതൊരു തൊഴിലായിട്ട് കണക്കാക്കത്തുള്ളൂ. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. തൊഴിലാളികൾക്ക് നൽകുന്ന അധ്വാന ശേഷിക്കുള്ള പ്രതിഫലമാണ് കൂലി എന്ന് പറയുന്നത്. അപ്പം തൊഴിലിനുള്ള പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്? കൂലി. നമ്മൾ ഭൂമിയുടെ പഠിച്ചു. ഭൂമിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? പാട്ടം. അതുപോലെ തൊഴിലിന് ലഭിക്കുന്നതാണ് കൂലി. അതൊക്കെ പഠിച്ചു വെക്കണം. പിന്നേക്കുമാണ്. അടുത്തത് മൂലധനമാണ്, ക്യാപിറ്റൽ. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഒന്നാണ് മൂലധനം എന്ന് പറയുന്നത്. എന്താണ് മൂലധനം? ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും അതുപോലെ ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായിട്ടുള്ളതാണ് മൂലധനം എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക, അതുപോലെ യന്ത്രങ്ങൾ വാങ്ങുക, അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് വേതനം നൽകുക, ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്ക് എന്ത് വേണം? മൂലധനം വേണം. ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായിട്ടുള്ള മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് മൂലധനം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് മൂലധനം? യന്ത്രം, വാഹനങ്ങള്, കമ്പ്യൂട്ടേഴ്സ്, ഇതൊക്കെ മൂലധനത്തിൽ ഉൾപ്പെടുന്നതാണ്. എന്തൊക്കെയാണ്? ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനും സ്പർശിക്കാനും കഴിയുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് മൂലധനം. യന്ത്രം, വാഹനം, കമ്പ്യൂട്ടർ, അതൊക്കെയാണ് എക്സാമ്പിൾ. അതുപോലെ മൂലധനത്തിന്റെ പ്രതിഫലം എന്താണ്? പലിശയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിയുടെ പാട്ടം, അതുപോലെ തൊഴിലിന് എന്താണ്? വേതനമാണ്. അതുപോലെ വേതനം അല്ലെങ്കിൽ കൂലി. മൂലധനത്തിന്റെ പ്രതിഫലം എന്താണ്? പലിശയാണ്. അടുത്തത് സംഘാടനമാണ്. ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി, തൊഴില്, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം എന്ന് പറയുന്നത്. സംഘാടനം നടത്തുന്ന വ്യക്തിയാണ് നമ്മൾ സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പഠിച്ചു. ഒട്ടിച്ച് പഠിക്കണം. ഉൽപാദന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഭൂമി, തൊഴില്, മൂലധനം, സംഘാടനം. പിന്നെ നമ്മൾ ഭൂമിയുടെ പ്രതിഫലം പഠിച്ചു. എന്താണ്? പാട്ടമാണ്. ഭൂമിയുടെ പ്രതിഫലം പാട്ടമാണ്. അതുപോലെ തൊഴിലിന്റെ എന്താണ്? കൂലിയാണ്. അതുപോലെ തന്നെ മൂലധനത്തിനുള്ള പ്രതിഫലം എന്താണ്? പലിശയാണ്. ഇത് പഠിച്ചു വെക്കുക. PYQ ആണ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്ത ചാപ്റ്റർ സാമ്പത്തിക സ്രോതസ്സുകൾ. PSC റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇത് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. എന്താണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് ഏതാണ്? പ്രാഥമിക മേഖലയാണ്. അതുകൊണ്ട് പ്രാഥമിക മേഖലയെ കാർഷിക മേഖലയെന്നും അറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. പ്രാഥമിക മേഖല മുൻഗണന നൽകുന്നത് കൃഷിക്കാണ്. അതുകൊണ്ട് പ്രാഥമിക മേഖലയെ കാർഷിക മേഖലയെന്നും അറിയപ്പെടുന്നു. അടുത്തത് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. ഇവിടെ വ്യവസായത്തിനാണ് പ്രാധാന്യം. ദ്വിതീയ മേഖലയിൽ വ്യവസായത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് ദ്വിതീയ മേഖലയെ വ്യാവസായിക മേഖല എന്നും വിളിക്കും. ഈ പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും അതുപോലെ വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലാണ്. ഇവയ്ക്ക് പുറമെ സേവന മേഖലയിൽ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT ഇതും ഉൾപ്പെടുന്നുണ്ട്. സേവന മേഖലയിൽ എന്താണ്? ഈ പ്രാഥമിക മേഖലയിലെ ദ്വിതീയ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ സംഭരണം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും ഏത് മേഖലയാണ്? സേവന മേഖലയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT ഇതെല്ലാം ഉൾപ്പെടുന്നതും സേവന മേഖലയിലാണ്. ഈ സേവന പ്രവർത്തനങ്ങൾ എല്ലാം ചേർന്നുകൊണ്ട് ഇതിനെ തൃതീയ മേഖലയെന്നും അറിയപ്പെടുന്നുണ്ട്. തൃതീയ മേഖലയെന്നും സേവന മേഖലയെ അറിയപ്പെടുന്നുണ്ട്. പ്രാഥമിക മേഖലയാണ് കാർഷിക മേഖല എന്നറിയപ്പെടുന്നത്. ദ്വിതീയ മേഖലയാണ് വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നത്. അതുപോലെ തൃതീയ മേഖല എന്താണ്? സേവന മേഖലയെന്നും അറിയപ്പെടുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നും. ഇനി നമുക്ക് അതിൻ്റെ എക്സാമ്പിളും പഠിച്ചു നോക്കണം. പ്രാഥമിക മേഖലയിൽ വരുന്നതാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും. പ്രാഥമിക മേഖലയിലാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വരുന്നത്. അതുപോലെ വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം ഇതൊക്കെ വരുന്നത് പ്രാഥമിക മേഖലയിലാണ്.
ഏതൊക്കെയാണ് പ്രാഥമിക മേഖലയിൽ വരുന്നത്? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, പിന്നെ വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം. 4 ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. എന്തൊക്കെയാണ്? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം. അടുത്തത് ദ്വിതീയ മേഖല. ദ്വിതീയ മേഖലയിൽ വരുന്നത് വ്യവസായം, അതുപോലെ വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം. ഏതൊക്കെയാണ്? വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം. ഇമ്പോർട്ടൻ്റ് ആണ്. ദ്വിതീയ മേഖലയിൽ ഏതൊക്കെയാണ് വരുന്നത്? വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം. അടുത്തത് തൃതീയ മേഖലയാണ്. തൃതീയ മേഖലയിലാണ് വ്യാപാരം, ഗതാഗതം, ഹോട്ടല്, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ്. PSC ബാങ്കിങ്ങും ഇൻഷുറൻസും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ബാങ്കിങ് വരുന്നത് സേവന മേഖലയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഹോട്ടല്, ഗതാഗതം, ഇതൊക്കെ വരുന്നത് തൃതീയ മേഖലയിലാണ്. ഇത് ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. PSC ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അടുത്ത ഇവിടെ CSA കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു PYQ ആണ്. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. CSO ആണ്. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് CSO. ഇവിടെ CSOയുടെ പ്രധാന ചുമതലകളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ CSO അറിയപ്പെടുന്നത് NSO എന്നാണ്. അതൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അത് നമ്മൾ പുതിയ SCRT ചാപ്റ്റർ എടുക്കുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ CSOയുടെ ചുമതലകൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. അതുപോലെ എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. ജസ്റ്റ് വായിച്ചു വെക്കുക. അടുത്ത ഇവിടെ ബോക്സിൽ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും, അതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിച്ചതാണ്. നഗരപ്രദേശങ്ങളിൽ എത്രയാണ്? 2100. ഗ്രാമപ്രദേശങ്ങളിൽ 2400. ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് 29.8% ആയിരുന്നു. ഏറ്റവും കൂടുതൽ ബീഹാറാണ്. ബീഹാറിലാണ് ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ. അതുപോലെ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഹിമാചൽ പ്രദേശാണ്. കേരളത്തിൽ 2011-12 കണക്കാണ് പറയുന്നത് 12%. അടുത്ത ഇവിടെ ഭക്ഷ്യ സ്വയം പര്യാപ്ത എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം. എന്താണ്? ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ രാജ്യം നമുക്ക് ഭക്ഷ്യോൽപാദനത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം. അടുത്ത് പഠിക്കേണ്ടത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സർക്കാർ തലത്തിൽ നടപ്പു വരുന്ന പ്രധാന പദ്ധതികളും പരിപാടികളും. എന്താണ് സർക്കാർ പദ്ധതികളിൽ വരുന്ന? അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, അതുപോലെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, പിന്നെ വരുന്നത് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇതൊക്കെ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ സർക്കാരിൻ്റെ പരിപാടികൾ: സംയോജിത ശിശുവികസന പരിപാടി, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. നമുക്ക് ഇതൊക്കെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇത് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് വേണ്ടിയുള്ളതാണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് വേണ്ടിയുള്ളതാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കും. എന്തൊക്കെ PYQ ആണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ട് ഏതാണ് ചോദിച്ചിട്ടുണ്ട്. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് വേണ്ടിയുള്ള സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അടുത്ത ഉച്ചഭക്ഷണ പരിപാടിയാണ്. എല്ലാ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഉച്ചഭക്ഷണം. സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ ഉറപ്പുവരുത്തുന്നു. അടുത്തത് അന്നപൂർണ. അന്നപൂർണയും PSC റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. 65 വയസ്സിന് മുകളിലുള്ള ആൾക്ക് വേണ്ടിയുള്ളതാണ്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാസം 10 കിലോ അരി സൗജന്യമായിട്ട് റേഷൻ കടയിലൂടെ നൽകുന്നതാണ് അന്നപൂർണ. 65 വയസ്സിന് മേൽ. ഇതൊക്കെ പഠിച്ചു വെക്കുക. സ്റ്റേറ്റ്മെന്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. 65 വയസ്സിന് മേലെ പ്രായമുള്ളവർക്ക് മാസം 10 കിലോ അരി. അതേതാണ്? അന്നപൂർണ.
അടുത്ത ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നതാണ്. ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നതാണ്. ബാങ്ക് വായ്പ അതുപോലെ സബ്സിഡി ഇതുവഴിയാണ് പണം നൽകുന്നത്. പിന്നെ അന്ത്യോദയ അന്ന യോജന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബത്തിന് വേണ്ടിയുള്ളതാണ്. മാസം 35 കിലോ അരി 3 രൂപയ്ക്കും അതുപോലെ ഗോതമ്പ് 2 രൂപയ്ക്കുമാണ് അവർക്ക് നൽകുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കാണ് മാസം 35 കിലോ അരി. നമ്മൾ ഒരെണ്ണം പഠിച്ചാണ് ഏതാണ് അന്നപൂർണ എന്ന് പറയുന്നത്. 65 വയസ്സിന് കൂടുതൽ പ്രായമുള്ളവർക്ക് മാസം 10 കിലോ അരി കൊടുക്കുന്ന ഏതാണ് അന്നപൂർണയാണ്. ഇത് അന്ത്യോദയ അന്ന യോജന. അത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിന് 35 കിലോ അരി 3 രൂപയ്ക്കും അതുപോലെ ഗോതമ്പ് 2 രൂപയ്ക്കും നൽകുന്നതാണ് അന്ത്യോദയ അന്ന യോജന. അടുത്തത് സംയോജിത ശിശു വികസന പരിപാടി. ഇത് നടപ്പിലാക്കുന്നത് അംഗനവാടികൾ മുഖേനയാണ്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അതുപോലെ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്കാണ് ഗുണം. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. അടുത്തത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. PSCക്ക് ഇഷ്ടപ്പെട്ടാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്കാണ് തൊഴിൽ. 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാൻ. ഗുണഭോക്താക്കൾ 1/3 സ്ത്രീകളായിരിക്കണം. ഇനി അടുത്തത് ഭക്ഷ്യസുരക്ഷാ നിയമം. PSC റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ഇതിനാണ് 2013 ഭക്ഷ്യസുരക്ഷാ നിയമം എന്നാണ് 2013 പാർലമെന്റ് അംഗീകരിച്ചത്. പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. അതുപോലെ ആവശ്യമുള്ള അത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. എന്താണ് ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ വരുന്നത്? സർക്കാരിന്റെ നിയമപരമായ ഒരു കടമയാണ്. അതുപോലെ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ ഒരു നിയമപരമായ അവകാശമാണ്. വർഷമാണ് PSC റിപ്പീറ്റഡായിട്ട് ചോദിച്ചിരിക്കുന്നത്. 2013 പാർലമെന്റ് അംഗീകരിച്ചത്. അടുത്ത ചാപ്റ്റർ സമ്പദ് ശാസ്ത്ര ചിന്തകൾ നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് PYQ ആണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത് ആണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ആഡം സ്മിത്തിനെയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം PYQ ആണ്. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ്. ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. ആഡം സ്മിത്തിന്റെ ഗ്രന്ഥം ഏതാണ്? നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ്. സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായിട്ടുള്ള അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആഡം സ്മിത്ത്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥവും ഇമ്പോർട്ടൻ്റ് ആണ്. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രമെന്ന് അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുള്ള ആശയമാണ് ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ചത്. ഇത് ലെസ്സേ ഫെയർ സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ലെസ്സേ ഫെയർ സിദ്ധാന്തത്തിൽ പറയുന്നത്? ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തുകയും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം. ഇമ്പോർട്ടൻ്റ് ആണ്. PYQ ആണ്. ലെസ്സേ ഫെയർ സിദ്ധാന്തം ആരുടെയാണ്? ആഡം സ്മിത്തിൻ്റെയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥവും ഇമ്പോർട്ടൻ്റ് ആണ്. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ്. അടുത്ത ഈ ചാപ്റ്ററിൽ പറയുന്നത് കാൾ മാർക്സിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് മൂലധനം. അതും PYQ ആണ്. പഠിച്ചു വെക്കുക. മൂലധനം എന്ന കൃതി ആരുടെയാണ്? കാറൽ മാർക്സിന്റെ ആണ്. പിന്നെ ഈ ചാപ്റ്ററിൽ പറയുന്നത് ആൽഫ്രഡ് മാർഷലിനെ കുറിച്ചാണ്. കാൾ മാർക്സിനെ തുടർന്ന് സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ നൂതനമായിട്ടുള്ള നിരവധി സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചാണ് ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷലിന്റെ ബുക്ക് പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ. ആൽഫ്രഡ് മാർഷലിന്റെ പുസ്തകം പഠിച്ചു വെക്കണം. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. അടുത്ത ഇവിടെ പറഞ്ഞിരിക്കുന്ന ലയണൽ റോബിൻസിനെ കുറിച്ചാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലോക ജനസംഖ്യ 160 കോടിയായിരുന്നു. ജനസംഖ്യ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇത്രയും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങളാണ് ലയണൽ റോബിൻസ് എന്ന ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനെ വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായിട്ടുള്ള വിഭവവും തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തിലേക്ക്
നയിച്ചത്. പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടതാണ്. ഇതാണ് ലയണൽ റോബിൻസിന്റെ ഇത്. അടുത്തത് 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള പോൾ എ സാമുവൽസൺ. അദ്ദേഹം സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ചു. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും ശരിയായ വിഭവ വിനിയോഗത്തിന്റെയും ഫലമാണെന്ന് സാമുവൽസൺ പറഞ്ഞു. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത് ആണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഏതാണ്? നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ്. പിന്നെ അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ലെസേഫർ സിദ്ധാന്തം. അതുപോലെ കാൾ മാർക്സിന്റെയാണ് മൂലധനം എന്ന കൃതി. ഇതൊക്കെ PYQ. അതുപോലെ ആൽഫ്രഡ് മാർഷലിന്റെ ബുക്ക് ഏതാണ്? സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലയണൽ റോബിൻസ്, അതുപോലെ പോൾ എ സാമുവൽ, ഇവരൊക്കെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരായിരുന്നു. അടുത്തത് ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾക്ക് മൗര്യ സാമ്രാജ്യത്തോളം പഴക്കമുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ചാണക്യന്റെയാണ് അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം. PYQ. ചാണക്യന്റെയാണ് അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അർത്ഥശാസ്ത്രം. എഴുതിയതാരാണ്? ചാണക്യന്റെയാണ് അർത്ഥശാസ്ത്രം. അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദാദാഭായ് നവറോജിയെ കുറിച്ചാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധൻ ആരായിരുന്നു? ദാദാഭായ് നവറോജിയായിരുന്നു. ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുകയാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് ചോർച്ച സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നു. അപ്പൊ PYQ. ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അതുപോലെ നമ്മുടെ സമ്പത്തിന്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ എന്തെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുക എന്തൊക്കെയാണ്? ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകല്, ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുണ്ടാക്കുന്ന ഉൽപ്പന്നം കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കും. പിന്നെ ബ്രിട്ടന്റെ സാമ്രാജ്യത്വ വികസനത്തിനു വേണ്ടി ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കല്, ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യവസായ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യല്. ഇതൊക്കെയാണ് ദാദാഭായ് നവറോജി കണ്ടെത്തിയ നമ്മുടെ സമ്പത്തിന്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ. ജസ്റ്റ് വായിച്ചു വെക്കുക. അടുത്ത ഇവിടെ ഗാന്ധിജിയുടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേര് കേന്ദ്രീകരിക്കുന്നതല്ല. 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനുള്ള വിധത്തിൽ വിതരണം ചെയ്യാനാണ്. ഗാന്ധിജിയുടെ വാക്കുകളാണ്. ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവനകൾ നൽകിയത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാ ഗാന്ധിയാണ്. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകം ഏതാണ്? ഹിന്ദു സ്വരാജാണ്. 1909 ഹിന്ദു സ്വരാജ്. പഠിച്ചു വെക്കുക. ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം ഏതാണ്? ഹിന്ദു സ്വരാജാണ്. ഇതിലാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളുടെ തുടക്കവും. പിന്നെ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നതായിരുന്നു. മഹാത്മാഗാന്ധിജിയുടെയാണ് ട്രസ്റ്റിഷിപ്പ് എന്ന മഹത്തായ ആശയം. PYQ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം ആരെയാണ്? ഗാന്ധിജിയുടെയാണ്. ഈ ആശയം സമ്പദ്ശാസ്ത്ര രംഗത്ത് പുതിയ ചിന്തകൾ വഴിതെളിച്ചു. സത്യത്തിനും അഹിംസയിലും അധിഷ്ഠിതമായിട്ടുള്ളൊരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. അതുപോലെ ട്രസ്റ്റിഷിപ്പ്, മഹാത്മാഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിലെ പ്രധാന ഉള്ളടക്കം എന്തൊക്കെയാണ്? മുതലാളി തനിക്ക് മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സ്വത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങൾ അല്ലാതെ വേറെ അനന്തരാവകാശികൾ ഇല്ല. പിന്നെ ഉൽപാദനത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് വ്യക്തികളുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചല്ല, സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചാണ്. മാന്യമായിട്ട് ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി കൽപ്പിക്കേണ്ടതുണ്ട്. ഇതാണ് ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിലെ പ്രധാന ഉള്ളടക്കം എന്ന് പറഞ്ഞു. ജസ്റ്റ് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് നോക്കുക. മഹാത്മാഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളെ എങ്ങനെ ക്രോഡീകരിക്കാം? അദ്ദേഹം കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്. അതുപോലെ കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന, സമത്വത്തിൽ അടിയുറച്ചുള്ള സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും ശാസ്ത്രീയമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ഒക്കെ പഠിച്ചു വെക്കുക. PSC ചോദിക്കാറുണ്ട്. ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ്
JC കുമരപ്പ, ശ്രീമൻ നാരായൺ ധരംപാൽ. ഇവരൊക്കെ പേര് നോട്ട് ചെയ്തു. ആരൊക്കെയാണ്? JC കുമരപ്പ, ശ്രീമൻ നാരായൺ ധരംപാൽ. കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടതെന്ന ആശയമാണ് ഇവര് മുന്നോട്ട് വെച്ചത്. അടുത്തത് അമർത്യ സെൻ. അദ്ദേഹത്തിന് നോബൽ ലഭിച്ചതെന്നാണ് 1998 ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം എന്നീ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങൾ ലോക സാമ്പത്തിക ശാസ്ത്രചിന്തകൾക്ക് മുതൽക്കൂട്ടായി. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത അമർത്യ സെൻ ചൂണ്ടിക്കാട്ടി. ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം തുടങ്ങിയവയ്ക്കാണ് തന്റെ പഠനങ്ങൾ അദ്ദേഹം പ്രധാനമായിട്ട് പ്രാധാന്യം നൽകിയത്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത സാമ്പത്തിക ശാസ്ത്രത്തിലെ വളർച്ചയിലെ വിവിധ ഘട്ടങ്ങളിൽ പ്രധാനമായിട്ട് സംഭാവനകൾ നൽകിയ പ്രമുഖ ഇന്ത്യൻ സാമ്പത്തിക ചിന്തകരെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞത്. അപ്പം ഒന്നുകൂടെ കണ്ട് ബൈഹാർട്ട് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആണ്. PSC ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചാപ്റ്റർ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ദേശീയ ആസൂത്രണ സമിതിയെക്കുറിച്ചാണ്. ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്നായിരുന്നു 1931 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയം. INC സമ്മേളനം ഏതാണ്? 1931 കറാച്ചി സമ്മേളനം. ഇതിനെ തുടർന്ന് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ 1938 ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചു. എന്നാണ് ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചത്? 1938. ഇവയ്ക്കുമാണ് പഠിച്ചു വെക്കുക. എന്നാണ് ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചത്? 1938. അതുപോലെ തന്നെ 1944 ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികള് ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി. ബോംബെ പദ്ധതി എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടത്. എന്നാണ് ബോംബെ പദ്ധതി? 1944. ആരൊക്കെ ചേർന്നാണ്? ഒരു സംഘം വ്യവസായികൾ, ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികൾ ചേർന്ന് 1944 ബോംബെയിൽ വെച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി. ഇമ്പോർട്ടൻ്റ് ആണ്. ബോംബെ പ്ലാൻ 1944. അതുപോലെ ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചത് 1938. അടുത്ത PYQ ആണ് MN റോയ്. MN റോയ് ആണ് ജനകീയ പദ്ധതി. ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? MN റോയ് ആണ്. പീപ്പിൾസ് പ്ലാൻ ആരുടെയാണ്? MN റോയ്. ഇതൊക്കെ PYQ ആണ്, പഠിച്ചു വെക്കുക. ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? MN റോയ്. ഇന്ത്യയുടെ ആസൂത്രണ ആശയങ്ങൾക്ക് കരുത്തേകി. 1948 സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ട് വ്യാവസായിക നയം രൂപീകരിച്ച്. എന്നാണ് വ്യാവസായിക നയം രൂപീകരിച്ചത്? 1948. അപ്പോൾ വർഷമൊന്നും മറന്നുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. 1931 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി സെഷനിൽ വെച്ചായിരുന്നു ചർച്ച നടത്തിയത്. അതിനെ തുടർന്ന് 1938 ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചു. അതുപോലെ ബോംബെ പ്ലാൻ 1944. അതുപോലെ തന്നെ ജനകീയ പദ്ധതി പീപ്പിൾസ് പ്ലാൻ ആവിഷ്കരിച്ച ആരാണ്? MN റോയ് ആണ്. അതുപോലെ 1948 വ്യാവസായിക നയം രൂപീകരിച്ചത്. ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനം എന്ന ലക്ഷ്യത്തിന് കരുത്തേകി. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വിശ്വേശ്വരയ്യ. വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ് വിശ്വേശ്വരയ്യാണ്. ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന വിഖ്യാതിത ഗ്രന്ഥം രചിച്ചതാരാണ്? വിശ്വേശ്വരയ്യാണ്. പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ PYQ ആണ് ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ. പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ ആദ്യ ഗ്രന്ഥമാണ് വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിശ്വേശ്വരയ്യാണ്. അതുപോലെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചെന്നാണ് 1950 മാർച്ച് 15. പഠിച്ചു വെക്കുക. PYQ ആണ്. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചെന്നാണ് 1950 മാർച്ച് 15. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. 1938 എന്തായിരുന്നു? ദേശീയ ആസൂത്രണ സമിതി.
1944 എന്തായിരുന്നു? ബോംബെ പദ്ധതിയായിരുന്നു. 1948 എന്തായിരുന്നു? ആദ്യത്തെ വ്യാവസായിക നയം. 1950 ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് മാർച്ച് 15. അടുത്തത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ പഠിച്ചു വെക്കണം. ഈ 4 PSC സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. എന്തൊക്കെയാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യം? തുല്യത, വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. ഇമ്പോർട്ടൻ്റ് ആണ്. തുല്യത, സ്വാശ്രയത്വം, വളർച്ച, ആധുനികവൽക്കരണം. ഇനി നമുക്ക് പ്ലാനിംഗ് കമ്മീഷനും 5 ഇയർ പ്ലാനും നോക്കാം. നമ്മൾ പഠിച്ചായിരുന്നു 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചത്. പ്രധാനമന്ത്രിയായിരുന്നു പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ. അതുപോലെ ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷനും കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ചേരുന്ന സമിതിയായിരുന്നു ആസൂത്രണ കമ്മീഷൻ. സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചത്. സോവിയറ്റ് യൂണിയന്റെ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചത്. പഠിച്ചു വെക്കുക. സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യൻ ജനാധിപത്യത്തിനും മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി നടപ്പിലാക്കാനാണ് ആസൂത്രണ കമ്മീഷൻ തീരുമാനിച്ചത്. എങ്ങനെയാണ്? പഞ്ചവത്സര പദ്ധതികളായിട്ടാണ് ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവന ചെയ്തത്. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നായിരുന്നു പഞ്ചവത്സര പദ്ധതിയുടെ ഉദ്ദേശം. ഇവിടെ നെഹ്റുവിന്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. റിപ്പീറ്റഡ് PYQ ആണ്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? നെഹ്റുവിൻ്റെയാണ്. PSC കോഴ്സ് ഒക്കെ ചോദിക്കാറുണ്ട്, അപ്പം പഠിച്ചു വെക്കുക. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? നെഹ്റുവിന്റെ. ബക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിലെ നെഹ്റുവിന്റെ വാക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1951-56 കാലഘട്ടത്തിൽ കാർഷിക മേഖലയ്ക്ക് പരിഗണന കൊടുത്തുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്നാണ് നടപ്പിലാക്കിയത്. 1951-56. രണ്ടാം പഞ്ചവത്സര പദ്ധതി 56-61. മൂന്നാം പഞ്ചവത്സര പദ്ധതി 61-66 വരെയായിരുന്നു. അപ്പം ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951-56 ഇടയ്ക്കായിരുന്നു. ഏതിനായിരുന്നു പ്രാധാന്യം? കൃഷിക്കായിരുന്നു. അതുപോലെ രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956-61 ഇടയ്ക്കായിരുന്നു. വ്യവസായ മേഖലയ്ക്കായിരുന്നു മുൻഗണന. വ്യവസായക മേഖലയ്ക്കായിരുന്നു മുൻഗണന. അതുപോലെ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഭക്ഷ്യ സ്വയം പര്യാപ്തത. 3 പഠിക്കണം. ഒന്നാമത്തെ കൃഷിക്കായിരുന്നു, 2 വ്യവസായം, മൂന്നാമത്തേത് ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഈ 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടും ഇന്ത്യയുടെ ഭക്ഷ്യ ദൗർലഭ്യം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്ന് കാർഷിക മേഖലയുടെ പുരോഗതി ഭക്ഷ്യ സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ടുണ്ട് ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ച്. 1960 മുതൽ 1970 വരെയുള്ള ഒന്നാം ഘട്ടത്തിലും 1970 മുതൽ 80 വരെയുള്ള രണ്ടാം ഘട്ടത്തിലും നടന്ന കാർഷിക രംഗത്തെ ഈ മാറ്റം ഹരിത വിപ്ലവം. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം നടന്നത് 1960-നും 70-നും ഇടയ്ക്കാണ്. അതുപോലെ രണ്ടാം ഘട്ടം 70-നും 80-നും ഇടയ്ക്കാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് 1965 തൊട്ട് 75 വരെയും, അതുപോലെ രണ്ടാം ഘട്ടം 1975 മുതൽ 85 കാലഘട്ടം എന്നാണ്. അതുപോലെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനി, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. എന്തൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്ത്, ജലസേചന സൗകര്യം, രാസവളം, കീടനാശിനി, അതുപോലെ കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം. ഇതൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മൾ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നെല്ല്, ഗോതമ്പ് എന്നിവയുടെ ഉൽപാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. നമ്മൾ വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാൻ നമുക്ക് ഈ ഹരിത വിപ്ലവം വഴി കഴിഞ്ഞു. ഹരിത വിപ്ലവം പോലെ സമാന രീതിയിൽ പാലും പാലുൽപ്പന്നങ്ങളുടെ വർധനവും ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയതാണ് ധവള വിപ്ലവം. ഇന്ത്യയിലെ ധവള വിപ്ലവം പാലും പാലുൽപ്പന്നങ്ങളുമായിട്ടുള്ള വർധനവ് ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയാണ് ധവള വിപ്ലവം. PYQ ആണ്.
അതുപോലെ മത്സ്യോൽപാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ട് നീല വിപ്ലവം. മത്സ്യോൽപാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ട് നീല വിപ്ലവം ഇന്ത്യയിൽ നടത്തി. അപ്പം ധവള വിപ്ലവം, നീല വിപ്ലവം നോട്ട് ചെയ്യുക. ധവള വിപ്ലവം പാലുമായിട്ട് വിലയിരുത്തിയതാണ്. അതുപോലെ മത്സ്യോൽപാദന മേഖലയിൽ വർധനവ് ലക്ഷ്യമിട്ടാണ് നീല വിപ്ലവം. അടുത്തത് പഞ്ചവത്സര പദ്ധതിയിൽ അതിന്റെ കാലയളവും ലക്ഷ്യവുമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 തൊട്ട് 56 വരെയായിരുന്നു. കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യം. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956-61 കാലഘട്ടമായിരുന്നു. വ്യാവസായിക വികസനമാണ്, വ്യവസായ മേഖലയ്ക്കായിരുന്നു മുൻഗണന. പിന്നെ മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961-നും 66-നും ഇടയ്ക്കായിരുന്നു. ഭക്ഷ്യ സ്വയം പര്യാപ്തതയായിരുന്നു മെയിനായിട്ട്. പിന്നെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. അതിനുശേഷം ഒരു 3 വർഷം ഗ്യാപ്പ് എടുത്ത ശേഷമായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതി 1969-നും 74-നും ഇടയ്ക്ക്. സ്ഥിരതയോട് കൂടിയുള്ള വളർച്ച, സ്വാശ്രയത്വം, അതായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. പിന്നെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974-നും 79-നും ഇടയ്ക്കായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുകയാണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതിനുശേഷം 1980-85 കാലഘട്ടമാണ് ആറാം പഞ്ചവത്സര പദ്ധതി. അവിടെ ലക്ഷ്യം എന്തായിരുന്നു? കാർഷിക വ്യാവസായിക മേഖലയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. പിന്നെ ഏഴാം പഞ്ചവത്സര പദ്ധതി 85-നും 90-നും ഇടയ്ക്കായിരുന്നു. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധന, ഇതായിരുന്നു ലക്ഷ്യം. പിന്നെ എട്ടാം പഞ്ചവത്സര പദ്ധതി 92-97 കാലഘട്ടം, മാനവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. പിന്നെ ഒൻപതാം പഞ്ചവത്സര പദ്ധതി 97-നും 2002-നും ഇടയ്ക്ക്, ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഏതാണ് ലക്ഷ്യം? വികേന്ദ്രീകൃത ആസൂത്രണം. ഇത് PVQ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ 10ാം പഞ്ചവത്സര പദ്ധതി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11ാം പഞ്ചവത്സര പദ്ധതി മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. അതുപോലെ 12ാം പഞ്ചവത്സര പദ്ധതി 2012-നും 2017-നും ഇടയ്ക്കാണ്. സുസ്ഥിര വികസനമായിരുന്നു ലക്ഷ്യം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ PDF വേണ്ടവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അടുത്ത ഇവിടെ പറയുന്നത് വികേന്ദ്രീകൃത ആസൂത്രണത്തെ കുറിച്ചാണ്. 1992-ൽ പാർലമെന്റ് പാസാക്കുകയും 1993-ൽ നിലവിൽ വരികയും ചെയ്ത 73-74 ഭരണഘടന ഭേദഗതി നിയമങ്ങൾ, പഞ്ചായത്തി രാജ്, അതുപോലെ നഗരപാലിക സംവിധാനം. 73 പഞ്ചായത്തി രാജ്, 74 നഗരപാലിക സംവിധാനങ്ങൾ നിലവിൽ വരുന്നതിന് ഇടയായി. പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ 3 തലങ്ങളായിട്ട് മാറി. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് നിലവിൽ വന്ന ഈ മാറ്റത്തിൽ വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിക്കലായിരുന്നു. ദേശീയ തലത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിരുന്ന കേന്ദ്രീകൃത ആസൂത്രണ രീതിയായിരുന്നു അതുവരെ നിലനിന്നിരുന്ന. വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെ അധികാരവും സാമ്പത്തിക വിഭവങ്ങളും പ്രാദേശിക വികസനത്തിന് വിനിയോഗിക്കാൻ ത്രിതല പഞ്ചായത്തുകൾക്കും അതുപോലെ നഗരസഭകൾക്കും സാധിച്ചു. അപ്പം 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് വികേന്ദ്രീകൃത ആസൂത്രണത്തിന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അത് പഠിച്ചു വെക്കുക, PVQ ആണ്. അടുത്ത് പറയുന്നത് നീതി ആയോഗിനെ കുറിച്ചാണ്. കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും നീതി ആയോഗ് എന്ന സംവിധാനം നിലവിൽ വരികയും ചെയ്തു. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വന്ന്. ഫുൾ ഫോം പഠിച്ചു വെക്കണം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇതിന്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. അതുപോലെ ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശത്തിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും അതുപോലെ സ്ഥിരം അംഗങ്ങളും ഉണ്ട്. 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളും അതുപോലെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതിൽ ഉൾപ്പെടും. പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങൾ ആക്കുന്നത്. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുക. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാണ് നിലവിൽ വന്ന 2015 ജനുവരി 1-നാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അധ്യക്ഷനാരാണ്? പ്രധാനമന്ത്രിയാണ്. ഈ ഭരണസമിതിയിലെ എല്ലാ മുഖ്യമന്ത്രിമാര് അതുപോലെ കേന്ദ്രഭരണ പ്രദേശത്തിലെ ലഫ്റ്റനന്റ് ഗവർണർമാര് പിന്നെ പ്രധാനമന്ത്രി ആണ്
ഉപാധ്യക്ഷനെ നിയമിക്കുന്നത്. അതുപോലെ സ്ഥിര അംഗങ്ങളുമുണ്ട്. കൂടാതെ 2 പാർട്ട് ടൈം അംഗം, അതുപോലെ 4 അനൗദ്യോഗിക അംഗം, പിന്നെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇവരൊക്കെ വരും. പ്രധാന സർവകലാശാലയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉള്ളവരാണ് താൽക്കാലിക അംഗങ്ങളായിട്ട് നിയമിക്കുന്നത്. അതുപോലെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നവരാണ് പ്രധാനമന്ത്രിയാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, നീതി ആയോഗിന്റെ ലക്ഷ്യം എന്താണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, സർക്കാരിന്റെ പങ്കാളിത്തം കുറയ്ക്കുക. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിൽ എത്തിക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം ഇന്ത്യയുടെ സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രമായിട്ട് മാറ്റുക. ആഗോള മാറ്റങ്ങളുടെ വിപണി ശക്തിയുടെ ഇടപെടലുകൾ നേരിടാൻ നമ്മുടെ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, PSC റിപ്പീറ്റഡ് ആയിട്ട് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക.